ജീവിതത്തിൽ ഉയർന്നുയർന്നു വരുന്ന പ്രതിസന്ധികളെ കണ്ട് തകർന്നു പോകേണ്ടുന്നവരല്ല നാം. ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പ്ലാനുണ്ട്. ക്ഷാമവും ദുരിതവും പ്രശ്നവും തകർച്ചയും കണ്ട് അനേകർ തളർന്നും ക്ഷീണിച്ചും പോകുന്ന ജീവിത സാഹചര്യങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. പക്ഷേ ഹബക്കൂക്കിൻ്റെ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം ദർശനത്തിന് ഒരവധി വച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം വൈകിയാലും അത് നടക്കും. അതിനായി തന്നെ കാത്തിരിക്കാം. ദൈവം നമ്മളെക്കുറിച്ച് പ്ലാൻ ചെയ്തിരിക്കുന്ന ചില ഡെസ്റ്റിനികൾ അല്ലെങ്കിൽ വിധിയെഴുത്തുകളുണ്ട്. അത് മനുഷ്യർ പ്ലാൻ ചെയ്യുന്നത് പോലെ അല്ല ദൈവം നമ്മെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നത്. ഒരുപക്ഷെ ചില കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, തകർച്ചകൾ, പ്രതികൂലങ്ങൾ നമ്മുടെ മുമ്പിൽ കടന്നു എന്ന് വന്നേക്കാം. പൗലോസും കൂടെയുള്ളവരും ഒരു കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, തകർന്നുപോയി എന്ന് കരുതി. എന്നാൽ ദൈവം അവിടെ നിന്ന് അവരെ കരം പിടിച്ച് പിന്നെയും ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചു. ജീവിതത്തിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങളും തകർച്ചകളും അഭിമുഖീകരിച്ച് തകർന്നുപോയി എന്ന് കരുതി തകർന്ന് ക്ഷീണിച്ച് തളർന്നു പോകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, അതെ, ദൈവം നിനക്ക് വേണ്ടി മറ്റൊന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ശത്രുവിൻ്റെ ഇഷ്ടത്തിനോ ഇച്ഛയ്ക്കോ ആഗ്രഹത്തിനോ വിട്ടുകൊടുക്കുകയില്ല. നീ താഴ്ചയല്ല, ഉയർച്ച തന്നെ പ്രാപിക്കും. ദൈവാനുഗ്രഹം നിൻ്റെ ജീവിതത്തിൽ നന്മയായി വെളിപ്പെടും. ദൈവം അനുഗ്രഹിക്കട്ടെ.